അപ്പൊ അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് റോൾസ് നോക്കാം. ഞാൻ ഈ പടം സത്യം പറഞ്ഞ തിയേറ്ററിൽ മിസ് ചെയ്തടാ. സർവമായ ഞാനിത് OTT-ലാ കണ്ടത്. നല്ല പടമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിരുന്നു ഈ ഫിലിം. ഇതിനകത്ത് എല്ലാ പാട്ടും അടിപൊളിയാ, എല്ലാ പാട്ടും. നമ്മളുടെ പേരല്ലേ ശരിക്കും means delusion, means Maya. കിടല നന്നായിട്ട് വരച്ചു. മന്ദാരം ടോക്സിക് ട്രെയിലർ എന്ന് പറയുന്നത്. മന്ദാരം ടോക്സിക് മന്ദാരത്തിന്റെ ടിവിയെ പ്ലക്കർ എന്ന് പറഞ്ഞ ടോക്സിക് ട്രെയിലർ. എടാ അതിന്റെ ലിങ്ക് ഒന്നും അയച്ചു തന്നെ ആരെല്ലാം ഉണ്ടെങ്കിൽ. ലുക്ക് റിയൽ. ഇത് ആണോ? മൊത്തം വൈബായേ മൊത്തം വൈബായേ സത്യം വേറെ കാര്യം പറയണേ, ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എയുടെ ബിഗിനിങ് സ്റ്റേജാ. ബിഗിനിങ് സ്റ്റേജിൽ പോലും ഇത് ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോ പേടിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോ എന്തായിരിക്കും ഇത് ബിഗിനിങ് സ്റ്റേജിൽ ഇത്രയും പെർഫെക്ഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ ഡെവലപ്ഡ് ആവും. ഇത് റെഗുലർ ഫോട്ടോ റെഫറൻസ് കാണിച്ചുണ്ടാക്കിയാന്നോ? അവന്റെ ഒരു കട്ടൊക്കെ ഉണ്ട് സത്യം. ഇതാണാ? இத பாத்துட்டு என்னால எதுவுமே சொல்ல முடியல. ഇതെന്താ മന്ദാരത്തിലാണോ? TV മന്ദാരം 18+. ഓക്കെ. and of the Son and of the Holy Spirit. I want my son to have a peaceful burial. Do you think he'll come? I don't think so. Nobody's so insane. What the fuck is going on? Just a fucking drunkard. Hey! What's he doing? Hey! Get the fuck out! Hey! TV പ്ലക്കറോ? டிவியே பிளக்கர். Daddy's home.
AGC സിനിമാറ്റിക് പുതിയ ആളും കൂടെ വന്നു കേട്ടോ. കൊള്ളാലോ. DS ഗെയിമിംഗ് AGC സിനിമ ആണല്ലേ. കൊള്ളാം. അടിപൊളി. നൈസ്. ഇതാരാ? കണ്ണാപ്പി എന്നെ അല്ല ഇത് ആരാണ് അലിഞ്ചോസ്? കാണാം. ഞാൻ കുറച്ചു നേരം ഡിസ്കൗണ്ട് നോക്കട്ടെ. അയ്യോ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക. മദ്യപിച്ച് 3 സുഹൃത്തുക്കൾ കാർ തള്ളി, പക്ഷെ പകരം റോഡ് തടസ്സപ്പെടുത്തിയതിന് പിഴ ചുമത്തി. ഒന്ന് പോവയാ. അല്ലല്ല, ഇത് ശരിക്കും ഇത് ഐക്യമാണ് ശരിക്കും. മറ്റേത് ഡ്രൈവിംഗ് ലൈസൻസ് പോകണം. ഇത് കുറച്ച് ഇതാക്കി ഇറങ്ങാം. മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് പോകും, എന്തൊക്കെ പരിപാടി പോകും. ഇത് കണ്ണാപ്പി പോയി ബാലൻ. നമ്മള് കൂടിയൊക്കെ കണ്ണാപ്പിയെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി ഈ കുടിയുടെ കാര്യം ലൈവിൽ ഇരുന്ന് നിർത്തിയെന്ന് നിങ്ങളെ ആരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനുണ്ടല്ലോ ഭയങ്കര മറ്റേ സീരിയസ് ഫേസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചാറ്റിൽ അത് കേട്ടിട്ട് ഓരോരുത്തര് 100 സൂപ്പർ ലവ് ഒക്കെ ഇടും. ഞാൻ അത് കാണുമ്പോണ്ടല്ലോ എനിക്ക് പുച്ഛം വരും. ഇവ ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് പറയും, മദ്യം ഭയങ്കര, അതൊന്നും ജീവിതത്തിൽ അത് ഒഴിവാക്കണം. ഞാൻ മാല ഇട്ടപ്പോ പോലും പരിപാടിക്ക് വന്ന് അവിടെ വന്ന് അടിച്ച് വീക്കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കണ്. ഇവന്റെ കൊണയാണല്ലോ നിങ്ങളിരുന്ന് കേൾക്കണമെന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് ചില സമയത്ത് എനിക്ക് വിഷമം വരും. ഇനി നീ കോൺഫിഡൻസിൽ ഇരുന്ന് പറയുന്നതിന് അന്ന് ഞാൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനം. ഇറ്റ്സ് നോട്ട് പ്ലേസസ് ദാറ്റ് മേക്ക് യു ഹാപ്പി, ഇറ്റ്സ് പീപ്പിൾ യു ആർ വിത്ത്. സത്യം. എത്ര മൂഞ്ചിയ സ്ഥലത്ത് പോയാലും കൂടെ നമ്മുടെ കൂടെ ഇതുപോലെ ഒരു 3 ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും അടിപൊളിയായിരിക്കും. ഇങ്ങനെ മീശ വടിച്ചാലും താടി പുള്ളിയെ നമ്മളെ ഒരു ഒട്ടും പറ്റാത്ത രീതിയിൽ കണ്ടത് ആ ഒടിയല് മാത്രമേ ഉള്ളൂ. നെഞ്ചും വിരിച്ചിറങ്ങി വരാം. അടിച്ചവനെ സിനിമ അങ്ങനത്തെ മോളെ 10 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വിശ്രമം. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. അതായത് KGF ഇല്ലേ, മലയാളത്തിലെ KGF ആയിരിക്കും ടിക്കിറ്റാക്ക. എഴുതി വെച്ചോ. അത് ഞാൻ KGF ആയിരിക്കും. ഏതാ പടം ഏതാ? ടിക്കിറ്റാക്ക ഇറങ്ങാൻ പോകുന്നത്. ടിക്കിറ്റാക്ക എഴുതി വെച്ചോ. അത് ഞാൻ അടി. എന്റെ ഒരു KGF ഇത് ഈ വർഷമാണ് റിലീസ്. ഈ വർഷം എന്തൊക്കെ വരുന്നുണ്ടല്ലേ എന്റെ അമ്മോ. മാർച്ച് 19 വെയിറ്റ് ചെയ്യുന്നത്. The horror game detects my blink. What does that say? If you Do see not him, blink. Do not look away. He is fast. do not blink. Do not look away. He is fast. Why is... Guys, something's moving. So if I blink, okay, keep your eyes open, Noah, or just get some distance. എനിക്ക് ജംസ്കെയർ പറ്റൂല. എനിക്ക് ജംസ്കെയർ ഭയങ്കര പേടിയായി. കണ്ണാപ്പി മുടിയൊക്കെ കണ്ണഞ്ചേട്ടന്റെ മറ്റേ സാധനം എടുത്ത് വെച്ചേക്കുവാ. കണ്ണഞ്ചേട്ടന്റെ തലയിൽ മറ്റേ റാ പോലെ ഒരു സാധനം വെക്കുമല്ലോ, ആ സാധനം എടുത്ത് വെച്ചേക്കുവാ.
കണ്ണനെ കുറിച്ച് കളിയുണ്ടല്ലോ. ഈ പരിപാടി കഴിഞ്ഞപ്പോ കണ്ണഞ്ചേട്ടന്റെ ഇരുന്ന് ബെൽറ്റ് വെച്ചാണ് ഞങ്ങക്ക് നാട്ടുകാരെ അറട്ടിയത്. രാത്രി 1 മണിക്കെന്താണ് ചേട്ടാ. അപ്പൊ ഇതൊക്കെ ഓർമ്മകൾ. അയ്യോ എന്ത് രസമായിരുന്നു അറിയാമോ ആ സമയൊക്കെ. ഞാൻ ഈ വീഡിയോ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തോളാണ്. റിയലി മിസ്സിംഗ് ദിസ് ടൈം ഫോർ റിയൽ. എനിക്കൊട്ടും വയ്യടി ബേബി കിടക്ക് വിളിച്ചു നീ സാധന ബേബി നീയാണ് ജോഡി നീയില്ലെങ്കിൽ പേടി. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡേഞ്ചറസാ ബേബി ഈ തക്കുടൂനെ തനിച്ചാക്കി പോയക്കല്ലടി ബേബി നീയില്ല ജീവിതം ഇല്ല കന്യാ ബേബി നീയില്ല ജീവിതം കാറ്റത്തലയും പഞ്ഞാ. പാണിയാടാ ഈകള്. ഞാനല്ല കോച്ച് ചെയ്തത്. ഞാൻ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ കോച്ചിന്? പറഞ്ഞ എടുത്താലോ എന്നാ. എന്റെ അമ്മോ ഇങ്ങനെ ഓരോന്ന് ഇവിടെ കൊണ്ട് ഇടല്ലേടാ. കളിപ്പാട്ടം മേടിച്ച് മുടിഞ്ഞ് ഈ നാശത്തിനൊക്കെയാണ് ഒടുക്കത്തെ വിലയാ. ഒടുക്കത്തെ വിലയാ. 1 lakh അല്ല ഈകള് അன்னைக்கு നീ പറഞ്ഞത്? ഇല്ലല്ല അത് വേറൊരു കാറാ. അതല്ലേ ഇപ്പതാ മനാബ്രോ എനിക്ക് മേടിച്ചു തന്നതിന് തന്നെ നല്ല പൈസ ഉണ്ട്. ഞാൻ പിന്നെ വേറൊരു കാർ എടുത്തായിരുന്നു. അതിന് തന്നെ 37,700, ബാറ്ററിക്ക് 4000. അതുകൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാധനങ്ങള് എല്ലാത്തിനും ഒടുക്കത്തെ വിലയാ. എടാ സാബ്ഗുരുവിന്റെ ഗിഫ്റ്റ് ഞാൻ പോയി കളക്ട് ചെയ്തില്ല കൈസ്. ഞാൻ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോയി. പിന്നെ ഇന്നലെ എത്തിയത്. ഇത് പോയി മേടിക്കണം. അതിവിടെ ഒരു വീട്ടിലിരിപ്പുണ്ട് എറണാകുളത്ത്. ഇതിന് എത്ര രൂപയായിരിക്കും ഈ വണ്ടിയൊക്കെ? പക്ഷെ ഈ വണ്ടിക്ക് നല്ല തോന്നുന്നു. പ്യാരിസ് കോർ സുക്ക് വെള്ളം ഇവിടെ ഇല്ല. നോട്ട് അലൗഡ് ചേച്ചി. കിട്ടും അത്. ആ ചുരിദാർ കഴിച്ച അവിടെ വെച്ചു ആ കൊട്ടയില്. സത്യല്ല ഇപ്പോഴത്തെ തിയേറ്ററിലൊക്കെ ചെക്കിങ് മറ്റേ ഇവിടൊക്കെ കയറുന്നത് പോലെയാണ്. എല്ലാം എന്തൊക്കെ കാണിച്ചു കൊടുക്കണം അവന്മാർക്ക്. ചേട്ടൻ ഇവിടെ ബോംബ് വെക്കാൻ വന്നാലും ഒരു സിനിമ കാണാൻ വന്നു പോയതാണ്. ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലല്ലേ? ഇതൊന്നും വേണ്ട. ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തതാണ്. കുട്ടി ഉള്ളിൽ തന്നെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചളെ ഒരു പണി ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് കുളിക്ക് ചെല്ലി. ഇത് എന്താണ് ഈ പരിപാടി? എന്താണ് ഇത്? സമൂസ എത്ര സമൂസ? അത് 80 രൂപ. സമൂസക്ക ഇപ്പൊ ചിക്കൻ അല്ലേ? സത്യല്ലേ? മറിമായ ഓക്കെ. ഇതെത്രയാണ്? അത് 900. തിയേറ്റർ എനിക്ക് വേണ്ട, എനിക്ക് ആ പോപ്കോൺ മാത്രം മതി. ഇല്ല സത്യം. അത് ഇപ്പം PVR-ലൊക്കെ ഒരു പടം കാണാൻ പോയ എങ്ങനെ പോയാലും ഞാൻ ഇത് പറയുകയാണെങ്കിൽ 2,500 രൂപ 3,000 രൂപ വേണം. ഒരു 3 പേര് 4 പേര് ഒരു PVR-ൽ പോയി പടം കൊണ്ട് ഫുഡും കഴിച്ച് തിരിച്ചു വരണമെങ്കിൽ എങ്ങനെ പോയാലും 3,000 രൂപ 3,500 രൂപയാവും. നമ്മള് പോപ്കോണും ഇത് മറ്റേ പെപ്സിക്കൊക്കെ എന്തൊരു ഫെയിലിയർ പറയും അതിനകത്ത്.
ഒന്നും വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാ വേറൊരു പ്രശ്നം. അത് സത്യം. 2K മിനിമം. അതെ 2000 രൂപ മിനിമം ആവണം. 2000 രൂപ മിനിമം ആവും 2-3 പേർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പല തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം മൈക്കിൾ മരിച്ചിട്ടില്ല എന്ന കോൺസ്പിറസി തിയറി. ഇത് വെറുതെ ഒരു വാഗ്വാദത്തിനുള്ള ഒരു ടോപ്പിക് ആയിരുന്നില്ല. ഇതിനെ സാധൂകരിക്കുന്ന കുറച്ച് തെളിവുകൾ നമുക്ക് നെറ്റിൽ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം CNN ചാനലിൽ ലാരി കിങ് എടുത്ത ഇന്റർവ്യൂ ആണ് ഈ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലിരിക്കുന്നത് ഡേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ദി കോൺസ്പിറസി തിയറി ഈസ്, അന്ന് ഡേവിന്റെ രൂപത്തിൽ വന്നത്, ലാരി കിങ്ങുമായി ഇന്റർവ്യൂവിന് ഇരുന്നത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ തന്നെയായിരുന്നു എന്ന്. ഇനി ആരാ ഡേവ് എന്ന് വെച്ചാൽ 1983 തന്റെ 6-ാം വയസ്സിൽ സ്വന്തം അച്ഛന്റെ ആക്രമണത്താൽ ശരീരത്തിന്റെ 90% പൊള്ളലേറ്റ ഒരു ട്രാജിക് സർവൈവറാണ് ഡേവ്. ആ സംഭവത്തിന് ശേഷം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു, ലൈക്ക് എ ഗോഡ് ഫാദർ. ഇനി സ്ക്രീനിൽ ഞാൻ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഡേവിന്റെ ഫോട്ടോയും അല്ലാതെ ബാക്കിയുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ട ഡേവിന്റെ ഫോട്ടോയും കാണിക്കാം. ഷോൾഡറിന്റെ വിടുത്തായാലും ശരി, പിന്നെ മേക്കപ്പിലുള്ള ചെറിയ മാറ്റങ്ങളായാലും ശരി. ഇനിയൊക്കെ പോട്ടെ, ചിലപ്പോൾ അന്ന് പാഡഡ് ഷോൾഡേഴ്സ് വെച്ചതാവാം, മോർ നമ്പർ ഓഫ് ലെയേഴ്സ് ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശബ്ദം, ഈ ഇന്റർവ്യൂവിലെ ഡേവിന്റെ ശബ്ദവും നമ്മൾ അല്ലാതെയുള്ള ഡേവിന്റെ പ്രോഗ്രാംസിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദവും നമുക്കൊന്ന് കേട്ടുപോകാം. I felt a little tap on my shoulder and I turned around. Better way to tell that story, but it's reality. And you know what, Larry? And throughout my struggles and my triumphs in my history, And പടം റിലീസായി കഴിഞ്ഞിട്ട് പുള്ളി ജീവനോടെ വന്നാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ എടാ, ഡെത്ത് ഫേക്ക് ചെയ്യണത് ഭയങ്കര അത് കേസല്ലേ ശരിക്കും? അങ്ങനെ അത് ഭയങ്കര ക്രൈം അല്ലേ? അത് ഡെത്ത് ഫേക്ക് ചെയ്യണത് ഭയങ്കര ക്രൈം അല്ലേ? അത് ഈ സൗണ്ടിന്റെ കാര്യം പറയില്ല, ഈ മൈക്ക് മാറിയ എന്റെ മറ്റേ ഗെയിമിംഗ് റൂമിലെ സൗണ്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? മൈക്കിൾ ജാക്സൺ സൗണ്ട് പോലെ സൗണ്ട് തന്നെയാണ്. പൈസ ഉണ്ടല്ലോ നല്ല. ഡെത്ത് ഫേക്ക് ചെയ്യുന്നത് ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത കാലത്ത് ഇങ്ങേരെ ഉണ്ടാക്കിയ കോൺസേർട്ടിന്റെ ഒക്കെ ക്രൗഡ് എന്ന് പറയണതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റിന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴത്തെ ഈ മൈക്കിൾ ജാക്സൺ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി 2026 ഒരു ഷോ ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമി ഉൽക്കമല്ല, എന്താ വരാൻ പോണേന്ന് പോലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? remember sitting down, crowds and bumper to bumper cars and വേറെ എല്ലാ കോൺസ്പിറസി തിയറി എനിക്ക് നൈസായിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം മാത്രം, പല സംഭവങ്ങളും മൈക്കിൾ ജാക്സന്റെ കോൺസ്പിറസി തിയറി തന്നെ പല സംഭവങ്ങളും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ മാത്രം ഭയങ്കര അത്ഭുതമാണത്. ഒരേ ശബ്ദം, പിന്നെ ഒറിജിനൽ ഡേവും ഈ ഡേവുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിൽ എന്തോ ഒരു ചെറിയ കഥ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മൈക്കിൾ ഇസ് ദ കിങ് ഓഫ് ഡിസ്ഗൈസ്. പല വീഡിയോകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പും ഓരോരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹി loves to be in disguise. ഇനി ഒരു പക്ഷേ ഈ കോൺസ്പിറസി തിയറി ശരിയാണെങ്കിൽ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഡേവിന്റെ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഇരുന്ന് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരികൾ ഈ 2 വരികളായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എന്റെ ആളെയാ, എന്താലേ? അയ്യോ, അങ്ങനെ വല്ല ജീവനോടല്ല വന്നാലേ എന്റെ അമ്മോ. കേറൂല്ലേ? അയ്യോ, ആലോചിക്കാൻ പോലും അകത്താവത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കേസാവായിരിക്കും ഒബ്വിയസ്ലി. എനിക്ക് അറിഞ്ഞു. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. അല്ല, അതിന് എന്തെങ്കിലും ഒരു വാല്യൂ റീസൺ വല്ലതും പറഞ്ഞാലോ? കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടെ പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കുവോ? തെയ്യം എനിക്ക് കാണണോ ഈ വീഡിയോ കണ്ട് ഏപ്രിൽ ആ മാസം ഒക്കെ ആവും കഴിയണമെന്ന് പറഞ്ഞു. കാണാം, ഒരു ദിവസം കാണണം. OG is back. തോത്താലും ജയിച്ചാലും പുള്ളി അടുത്ത പടം വരുന്നോ?
ഹിപ്പ് ഹോപ്പിന്റെ ഒക്കെ ശരിക്കും നമ്മുടെ ഈ സൈഡിൽ കൾച്ചർ കൊണ്ടുവന്നത് പുള്ളിയല്ലേ ശരിക്കും. ആ ഒരു സാധനമൊക്കെ എന്താ അല്ലേ ഫുൾ സിനിമാറ്റിക് വീഡിയോ ആയിട്ടുണ്ട്. എന്റെ കണ്ടെയ്നർ മേലെ ഒരുത്തൻ കൈവച്ച അതാരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അത് പറഞ്ഞ എന്നെ കൊന്നുകളയും സാറേ. അപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ നിന്നെ ടെണ്ണൊന്ന് കൂട്ടിട്ട് പോകും. എന്താ മോനെ? അത് ജോക്കിയാണ് അത് ശരിക്കും. അത് ശരിക്കും ആ പട്ടം എനിക്ക് തരുന്നത് അത് ജോക്കിയാണ് ശരിക്കും. അത് എല്ലാം ഉണ്ടല്ലോ ഇടിമിന്നല് തീ ബ്രോ കാണാതെ പോവല്ലേ? ഇല്ല കാണാതെ പോവല്ലേ. എന്താ കുതിരയാ? കുതിര വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഡ്രോൺ ഷൂട്ട് കാണിച്ചു. ഇത് സീനാണ് ഒരു നാൾ നമ്മൾ ഡ്രോൺ വാങ്ങി കണ്ടോ ഒരു നാൾ നമ്മൾ ഡ്രോൺ വാങ്ങി. ഇതിലൊരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പോ എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തു. അപ്പൊ ഇതും കൂടെ കഷ്ടപ്പെടാൻ വിചാരിച്ചു. അങ്ങനെ പറ്റുന്ന വിധം നമ്മൾ വരച്ച് തീർത്തിട്ടുണ്ട്. ഒരുപാട് നാളുകൊണ്ടുള്ള കഷ്ടപ്പാടാണ്. വെയിറ്റ്, ഐ വോണ്ട് ഡിസപ്പോയിന്റ് യു ഗൈസ്. പാക്ക് അപ്പ്. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. ഇതെല്ലാം മൊബൈൽ ചെയ്ത് വെച്ചിരിക്കുവാണോ? അമ്മ ചെയ്ത പുള്ളിയാ, സെയിം പുള്ളി. ബസ്സിന്റെ എല്ലാം ചെയ്ത പുള്ളിക്ക് ആരെങ്കിലും ഒരു ക്യാമറ മേടിച്ചു കൊടുറാ. സിനിമ പിന്നെ ഇതന്നെയാണല്ലോ. എടാ പുള്ളിയുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിട്ട് ആള് ഫോൺ വെച്ച് ചെയ്യണതാണോ അതോ ഇല്ലാത്തതാണോ? എന്റെ അമ്മ എന്ത് രസമല്ലേ എഡിറ്റിംഗ്, എന്ത് കിടിലം ബ്രോ. രക്ഷയില്ല, ഒന്നും പറയല്ല. കിടിലം വേറെ ലെവൽ ടാലന്റ്, ഒന്നും പറയല്ല ബ്രോ. യൂസ്ഡ് തിങ്ക് കിടിലം ഗൈസ്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ പുള്ളിയെ. കിടിലം ക്യാപ് കട്ട് ചെയ്തതാണെന്നോ? ആണല്ലേ എന്റെ പൊന്നോ. കിടിലം ഇൻസ്പിറേഷൻ. ഈ ബ്രേക്കപ്പ് ഇതൊക്കെ ലൈഫിൽ ഉണ്ടാവും ഗൈസ്. വേറെ ഒന്നിനും തരാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് പ്രൗഡായിട്ട് പോയി നിങ്ങളുടെ പേരൻസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ വേറെ ഒന്നിനും തരാൻ പറ്റൂല. വേറെ ഒന്നിനും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും.
ലിറ്ററലി ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാ. അതുകൊണ്ട് ഞാൻ പറയാ, എനിക്കും ഉണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എല്ലാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഈ പറയണത് പോലെ പേരൻസിൻ്റെ ഒക്കെ മുമ്പിൽ പ്രൗഡായിട്ട് നേരെ പോയി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളയോ ആഗ്രഹമുള്ളയോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷവും നിങ്ങൾ തന്നെ നിങ്ങളിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ അപ്പുറത്തെ സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. സത്യം ഞാൻ പറയാം. പാട്ട് നല്ലോണം ബ്ലെൻഡ് ആയില്ലേ? സത്യം 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 സത്യം. പേട് ഇത് കുറച്ച് കാശ് ഇറക്കിയാലും കുഴപ്പമില്ല, അത് ഞാൻ സമ്മതിക്കാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്നാൽ ഞാൻ എഴുതി ക്രിയേറ്റ് ചെയ്ത സോങ് ആണ്, വെച്ച് ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലത്തെ വേറെ സോങ് ഉണ്ട്, അത് ചാനലിലുണ്ട്, ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ. നിലാവ് നിലവാണല്ലേ. നിലവേ ഉയിരേ ഉയിരേ ഈ പുലരി പൂക്കുന്ന വേളയിൽ ഈ പൂക്കൾ പൂക്കുന്ന ചില്ലയിൽ നല്ല മെലഡി. എൻ മനം തഴുകുന്ന ഓർമ്മയായി മാറില്ലയോ പെണ്ണേ, ഈ വാനം തഴുകുന്ന നല്ല പാട്ടല്ലേ. മേലാവിൽ കാണും ചന്ദ്രനായി എൻ ജീവൻ നിലയ്ക്കുന്ന ശ്വാസമായി നിന്നില്ലയോ പെണ്ണേ. ബ്രോ ഞാൻ നാളെ കയറുന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, തുടക്കത്തോടെ പറഞ്ഞു. നാളെ തൊട്ടേ ഞാൻ RP ഉണ്ടാവുള്ളൂ, നാളെ തൊട്ടേ RP ഉണ്ടാവും റെഗുലർ ആയിട്ട്. ഉള്ള അടിപൊളിയോടെ കിട്ടില്ല, നല്ല പാട്ട് ഗൈസ്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഗ്ലാഡൻ സ്റ്റുഡിയോസ് ബ്രോ, നല്ല നല്ല പാട്ട്, അടിപൊളി അടിപൊളി അടിപൊളി. വാട്ട് ആർ ദോസ് ഗൈസ് ഡൂയിങ്? ഇത് കണ്ടോ റാപ്പിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ലൈക്ക് Do you ever listen to my real right back voice? Finger fuck the critics, my music is for my homies. You tell me that I always have to fake it till I make it, then I take it out and break it into 20,000 masterpieces. നിനക്കും എനിക്ക് പകുതി പകുതി ജീവിതം ഇങ്ങനെ പരന്ന് പരന്ന് കടല് പോലെ തിരകിട്ടടിക്കും അവസരത്തിൽ കടലങ്ങളിക്കും മനക്കരുത്തിൽ പിടിച്ചു നിന്നത് മഹത്തായ കർമ്മം. നീ നിന്നെ തന്നെ സ്ഫടികത്തിൽ നോക്ക്, നിഷ്പ്രയാസം വാക്കുകൾ കൊണ്ടു രചിച്ച മന്ത്രജാലം ലോകത്തിൽ കൊണ്ടുവരും ഞാൻ സ്വപ്നം കണ്ട സ്വർഗരാജ്യം. ഇതിലല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ. എടാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ പേരുണ്ട്. തൊപ്പിയുടെ ലൈവിൽ ഞാൻ ഒരു കാര്യം കാണാറുണ്ട്, അതൊരു ഭയങ്കര കിടിലോ അവൻ ചെയ്യണം ആ ഒരു കാര്യം. മീൻസ് അവന് ഗസ്റ്റുകളെ കൊണ്ടുവരുന്നതാണ്ട്, അവൻ ഇങ്ങനത്തെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടേ. നല്ല എക്സ്പോസർ കിട്ടും. ഞങ്ങൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ കുറെ പേരെ കാണും കേസ്. സത്യം പറഞ്ഞാൽ എത്ര പേരുണ്ടെന്നറിയാം സ്വന്തമായിട്ട് കയ്യിൽ പാട്ടുണ്ടായിട്ട് പൈസ ഇല്ലായ്മ കാരണം വെളിയിൽ ഇറക്കാൻ പറ്റാത്തൊരു വെച്ചാൽ അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് എക്സ്പോഷറും കിട്ടുന്നില്ല മെയിനായിട്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കുറെ പ്ലാനൊക്കെ ചെയ്തായിരുന്നു ഈ ഗസ്റ്റ് എപ്പിസോഡ് എന്ന് പറയണ ഒരു ഗസ്റ്റ് സാധനം നമ്മൾ ചെയ്യണമെന്ന്. പിന്നെ എനിക്കത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത്. അങ്ങനെ ഇവന്മാരൊക്കെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഈ കണ്ണാപ്പി ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. ബോബിനെയൊക്കെ കിട്ടുപോലും കാണാൻ, മനസ്സിലായ? എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഇരുന്ന് ഇതാക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ, അതാ പ്രശ്നം. അങ്ങോട്ട് വരാം. ഓ ഇല്ല അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. എടാ കണ്ണാപ്പി പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്, എടുക്കണോ? എടുക്കണ്ട, അത് കുറച്ചധികമായ കുറച്ച് 2000 ലാസ്റ്റ് ഇട്ടത് 1 വർഷം മുമ്പാണ്. ആണല്ലേ? സത്യം പറയല കേസ്, ഞങ്ങള് പോഡ്കാസ്റ്റ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഫിലിംസിലുണ്ടല്ലോ, മോശം ഫിലിമുകളാണെങ്കിലും അവരതിനെ പറ്റി നല്ലത് പറയാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അവസ്ഥയായി ഇപ്പൊ, മനസ്സിലായ? അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ, അപ്പൊ എനിക്കത് അതിനോട് ഒരു അങ്ങനത്തെ ഒരു സാധനത്തിനോട് താല്പര്യമില്ലാതെ ഇപ്പൊ ഇത് കാണും. ഞങ്ങൾക്ക് ഇതുവരെ
പോഡ്കാസ്റ്റിന് പോയിട്ട് എന്തെങ്കിലും 5 പൈസ കിട്ടിയിട്ടുണ്ടോ കണ്ണാപ്പി നമുക്ക് ഇതുവരെ? ഇല്ല, ഒരു ഇല്ല. ധനനഷ്ടം, ജനനഷ്ടം, മാനഹാനി. മാനഹാനി, തൊഴിലില്ലായ്മ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ആർട്ടിസ്റ്റുകളുടെ മാനേജർമാരുടെ തന്തയ്ക്ക് വിളി. ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായ? സ്റ്റുഡിയോ റെന്റ് വരെ കൊടുക്കണം എന്റെ അവസ്ഥയാണ്. മനസ്സിലായ? അതാ പ്രശ്നം. സ്റ്റുഡിയോക്കൊക്കെ എന്താ വില ഒരു സ്റ്റുഡിയോക്ക് ഒരു ദിവസം? എന്നിട്ട് നമ്മളിതൊക്കെ വീഡിയോ ചെയ്യുമ്പോ എല്ലാവരും അടി വന്നിരുന്ന് കമന്റ് ചെയ്യും, കാശ് മേടിച്ചിട്ട് പടം പ്രൊമോട്ട് ചെയ്തോളാ. പിന്നെ നമ്മളത് പക്ഷെ നമ്മള് റിവ്യൂ ചെയ്ത പടമൊക്കെ നല്ലതായിരുന്നു. അതെ 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 അതെ. ഈ അണ്ണ എന്റെ ഫ്രണ്ട് അത് റിയാക്ട് ചെയ്യുക. നിക്കോണയുടെ കുറച്ച് ദിവസം ഉണ്ടാവില്ലെന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അവൻ ജോലിയുടെ സ്ട്രെസ്സിലായിരുന്നു, ജോലിയുടെ കുറച്ച് സ്ട്രെസ്സിലൊക്കെയാണ്, അവനോട് നിന്ന് ഇറങ്ങുവാന്നൊക്കെ പറയാനായിട്ട്. അപ്പൊ കുറച്ച് ദിവസം അവൻ ഇല്ലെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇവിടെ ഇരുന്നേ കൊണയടിക്കുന്ന പോലെ അല്ലടാ ഈ കബഡി. എനിക്ക് പേടി സത്യം പറയുന്നത് കളിക്കാം. പണ്ട് സ്കൂളിലൊക്കെ കളിക്കുമായിരുന്നു കേട്ടാ. ഇതിനകത്ത് വരുന്ന ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നട്ടലൊടിഞ്ഞ് 2 പോവും. ഭയങ്കര പ്രശ്നമാണ് ഇത് കളിക്കുന്ന. എടാ നിനക്ക് അറിയത്തുണ്ടോ, 5 അവന്മാര് നിന്റെ മണ്ടക്കോട്ട് മറിഞ്ഞു വീണ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇത് കുറച്ച് ഭയങ്കര റിസ്ക് കളിയാണ്, സമ്മതിച്ചു കൊടുക്കണം. ചാമ്പ്യനൊക്കെ ഊരി വരും പെട്ടെന്ന്. ആര് പിടിച്ചാലും വഴുതി ഇങ്ങനെ ഒറ്റ പോക്കാം. ആര് പിടിച്ചാലും അപ്പോഴും വഴുതി ഊരി ഒറ്റ പോക്ക്. എന്ത് നോക്കിയിട്ട് കാര്യമില്ല. അസനൊരു ബാൻ ചെയ്തതാണ്. അയ്യോ, അവനെ കൊല്ലണ്ടാന്ന് വിചാരിച്ച് ലൂസാക്കി പിടിക്കണത് ആൾക്കാര്. മനസ്സിലായോ? മുതലാക്കുന്നതാ. അവന് ബാൻ ചെയ്ത ദിവസം മാർച്ച് 19 ഹെവി ക്ലാസ് ലോഡിങ്. മാർച്ച് 19 എന്തൊക്കെയാ വരുന്നപ്പോ? സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. എടാ എന്തൊക്കെ പറഞ്ഞല്ലോ, ആട് വസ്പാർട്ട്, എന്റെ പൊന്നോ. സാധനം ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ആ റീസെന്റിൽ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നിന്റെ ചേട്ടൻ ചെകുത്തല്ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. എടാ വേറെ ഏതൊക്കെ പടം വരണേ? ടോക്സിക്കും ദുരന്തർ 2. ദുരന്തർ 2 ഇറങ്ങുവാണോ വീണ്ടും? അത് 1 ഇറക്കിയപ്പോഴേ അവര് ഇത് റിലീസ് ഡേറ്റ് വെച്ചായിരുന്നു. ഞാൻ ഇതുവരെ വസ്തു കൊണ്ടല്ലേ, കാണാൻ പോയി കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലേ? ഞാൻ കണ്ടില്ലടാ. ഗെയിൽസ് ഫ്രസ്ട്രേഷൻ സേസ് ഇറ്റ് ഓൾ. ഞാൻ വായിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ നോക്കിയതാ. കിങ്സ് ലോൺ പഞ്ചാബ്. This scene has a separate fan base. ഇത് എന്ത് സാധനമായിരുന്നല്ലേ ഇത്? ഈ അമ്മാവനെന്താ ഇവ എന്ത് തേങ്ങയായിരിക്കും അടിയിൽ നോക്കിയതല്ലേ? നമുക്ക് എന്ത് രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ, എന്ത് രസമായിരുന്നു ആ സമയത്ത്. എന്റെ അമ്മോ. Now all the card have increased value.
ഇത് ഇവന്റെ ജേക്ക് പോളിന്റെ എല്ലാം സൂക്ഷിച്ച് കവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ചേട്ടാ ജേക്ക് പോളിന്റെ കാർഡ് എത്ര വിലക്കാ പോയെന്നറിയോ? ആ ഞാൻ കണ്ട് സൗണ്ട് ഇല്ല അതിന്. ഇതിന് സൗണ്ടില്ല. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാ കാർഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ടിവിയെ ഇതെന്താ? കൊള്ളാം. சார் 3 வேரியேஷன் பாருங்களேன். பாலு சார் எப்படி இந்த பாட்டை எப்படி டைஜஸ்ட் பண்ணி அந்த கம்போசரோட ஒரு கம்போசிங் ஜஸ்டிஃபை பண்ண சொல்ற பாருங்களேன். ராதை உனக்கு சொன்ன வேதம் என்ன, இது ஒண்ணா? ராதை உனக்கு சொன்ன வேதம் என்ன. மூணாவது ராதை உனக்கு சொன்ன வேதம் என்ன. ചത്താരി ചത്താരി. ലെജൻഡ് ബ്രോ, ലെജൻഡ്. ഗരുഡൻ തൂക്കം എന്താ സംഭവം? ഇത് മറ്റേ ദേഹത്ത് മറ്റേ ഇത് കിട്ടിയിട്ട് അതാണല്ലേ, അതല്ലേ ഗരുഡൻ തൂക്കം. ഗരുഡൻ തൂക്ക് ഇതാണോ? ഗരുഡൻ തൂക്ക് മറ്റേ ദേഹത്തൊരു ഇങ്ങനെ കൊളുത്തി ഇട്ടിട്ട് ഇതാക്കണം, അതല്ലേ? ഇതില് പറയല്ലോ മുരുകന്റെ അല്ലാതെ ഉദ്ദേശിച്ചല്ലേ? ആ ഞാൻ അതാണ് ഗരുഡൻ തൂക്കം. അല്ല ഇത് അല്ല ചേട്ടാ, ഇത് വേറെ ആണെന്നോ? ആ ഓക്കെ. ഈ ഗരുഡൻ തൂക്കം ഈ തൂക്കത്തിന് ഫേമസ് ആയ അമ്പലം നമ്മുടെ അടുത്ത, എന്റെ വീടിനടുത്ത ഏഴംകുളം അമ്പലം. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഈ മറ്റേ തൂക്കം ഇല്ലേ ആൾക്കാരെ ഇങ്ങനെ ഇതാക്കുന്ന, അത് അതിന് ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ വീടിനടുത്ത അത് പറവ അല്ല. അതിന് നമ്മുടെ നാട്ടിൽ ഇതിന് തൂക്കം മറ്റേ ഈ കെട്ടി ഇങ്ങനെ തൂങ്ങി കിടക്കത്തില്ല, അതിനങ്ങനെ പറയണം. അത് അവിടെ ഏഴംകുളം അമ്പലത്തില്. എന്തോ അതാരാലോ? ബോൺ ടു ലീഡ് വിൽ ടു കോൺകർ. ഇത് കൊള്ളാടാ. ഇത് കൊള്ളാം, ഇത് കിടില്ല. ഇത് എവിടെ നോക്ക്. ഇമേജ്. When the tiger moves, jungle hold its breath. A wolf doesn't rush, he responds with purpose. കൊള്ളാടാ, എല്ലാം നൈസറാ, നല്ല പോസ്റ്റേഴ്സ് എല്ലാം. While king sleep, hyenas eat. കൊള്ളാം കേട്ടോ, അടിപൊളി കേട്ടോ, എല്ലാം നൈസ് കേട്ടോ. ഇതിനകത്ത് ബോബോയ്ക്ക് ഒരു ശേഷിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ശേഷി വന്നിട്ടുണ്ട്. ഓ foxes don't roar, they win quietly. പക്ഷെ ഇതൊക്കെ നോക്കണ, ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കണ, എന്ത് രസമല്ലേ കാണാൻ. ഇത് ആണോ ഇത്? ബോൺ ടു ചേസ്, ബിൽഡ് ടു വിൻ. കൊള്ളാം. നോ മിസ്യൂസ്, ഓൺലി മൈൻഡ്ഫുൾ യൂസ് ഓഫ് AI. ആ അത് സെറ്റ്, കൊള്ളാടാ. ഓ ഇത് കൊള്ളാം, നൈസറാ, അടിപൊളി. ഈ ബോർഡറില് വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞ പോക്കിരികളാണ്. അതിലും 4 എണ്ണം. ഒരുത്തൻ ഡുക്കി, ഒരുത്തൻ സ്കോർപ്പിയൻ കിക്ക്, ഇനി ഒരുത്തൻ ഡാഷ്, ഇനി അവസാനം ഒരുത്തനുണ്ട്, അവനാണ് ബൾട്ടി. മക്കളെ ഇത് മാറ്റല്ല. ഈ മെനഞ്ഞാൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ, കോഴിക്കച്ചവടം കുറച്ച് വീക്കാണ്, ബിസിനസ് കുറച്ച് ഡള്ളാണ്. കംബാക്ക് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. കംബാക്ക് പ്ലാൻ ഉണ്ട്, ചെറിയൊരു കംബാക്ക് പ്ലാൻ ഉണ്ട്. അപ്പോഴേ വേണ്ടിയിട്ടുള്ള ഗ്യാങ്ങിലെ പുതിയ പയ്യന്മാർക്ക് ഇത് ആരാന്ന് പോലും അറിഞ്ഞൂടാ. നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളാ ബാബു നമ്പൂതിരി. വരുമ്പോ ബഹുമാനം കൊടുക്കണം.
ക്ലീൻസി പഠിച്ചാന്ന് ചോദിക്കും പയ്യന്മാര്. ഞാൻ കൃഷ്ണൻ. He is Hari Krishnan and I am Hari Krishnan. I call him Hari and he calls me Krishnan. No Hari. കോമഡിക്ക് കോമഡി, പാട്ടിന് പാട്ട്, സസ്പെൻസ്, ത്രില്ല് എല്ലാം ഉണ്ട്. എല്ലാം എന്ത് കിടിലം ഫിലിം അല്ലേ ഇത്. ഹരികൃഷ്ണൻസടാ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരും ഈ പടം കണ്ടിട്ടില്ലേ? ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇല്ല, നോ നോ നോ. മക്കളെ ഈ പടം പോയി കാണണേടാ, ഡൗൺലോഡ് ചെയ്ത് കാണണേ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച പടവാ. ഒരാള് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുപേരേ ഉള്ളൂ, കുറച്ചുപേരെ കണ്ടിട്ടോ, ബാക്കിലെ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോഴേ തോന്നി പൂക്കാൻ മടിച്ചു നിൽക്കുന്ന വാഗമരം ജന്മാന്തരങ്ങൾക്കപ്പുറത്തെ ഒരു പരിചയം. ജീവിതത്തിനെന്തോ ഒരു പുതിയ പ്രതീതി കൈവന്നു. ഈ പടത്തിന് ശരിക്കും 2 ക്ലൈമാക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അത് സത്യമാണോ അല്ലയോ എന്ന്. ഈ പടത്തിന് 2 ക്ലൈമാക്സ് ഉണ്ടെന്നാ പറയണത്. പക്ഷെ ഞാൻ എല്ലാ വട്ടം ഒരു ക്ലൈമാക്സ് കണ്ടിട്ടുള്ളൂ. ഇതിന് 2 ക്ലൈമാക്സ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാ പറഞ്ഞ അതില് ഒരാള് മോഹൻലാലിന് ഫേവറബിൾ ആണ്, ഒരു ക്ലൈമാക്സ് മോഹൻലാലിന് ഫേവറബിൾ, ഒരെണ്ണം മമ്മൂട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഉണ്ടെന്നാ പറയണേ. കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. നീര് എനിക്കുള്ളതാണ്, അല്ല എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിന് മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണം എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന ആ മത്തങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ എനിക്കിത്തിരി എരിവൊക്കെ വേണം. എനിക്കിത്തിരി എരിവ് കുറഞ്ഞാലും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം. എന്ത് പറയാ, ഫസ്റ്റ് സൈറ്റിലെ എനിക്കിഷ്ടായി. എനിക്ക് ഇതെല്ലാം തെയ്യം വീഡിയോസ് ആണ്. നമ്മള് തെയ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പിണങ്ങി. അവനെ വിളി, നാളെ തൊട്ട് വല്ല റൂമിലെ കുറ്റിക്കാലിന് പോയി കയറിക്കോണം. നീ കളിക്കുന്ന ക്ലാസ്സാന്ന് പറഞ്ഞൂടെ? അത് ഞങ്ങളെ പോലുള്ള ഇത്ര ചെറുപ്പക്കാരിക്കുമ്പോ അതിന്റെ വെകളി തരാം. ബെസ്റ്റ് ഗേൾഫ്രണ്ട് ഉണ്ടോ അതിന്? ഇല്ല, അതുകൊണ്ട് മനസ്സിലാവത്തില്ല. ഞാൻ ഇത് നീ പോട്ടാളിയാ എന്തേലും ചോദിച്ച ഫ്രണ്ട്സാന്ന് പറയുന്നത്. എന്നെ തൊട്ടാ ചോദിക്കാൻ വരൂലോ? TV മൊത്തം വരൂലേ? ഓ സെറ്റ് 10 കരയുണ്ട്. ഹലോ എന്റെ അമ്മോ, എന്ത് വിശ്വാസമാണ് സിയെ. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നമ്മുടെ സ്റ്റീവിന് നമ്മുടെ ടിവിയുടെ ഒരു ഡൈഹാർഡ് വ്യൂവർ
സ്റ്റീവിന് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ വിലയുള്ള ഒരു 3 ലക്ഷം രൂപ വിലയുള്ള ഒരു PC ബിൽഡ് ചെയ്ത് കൊടുത്തു ടിവിയുടെ ഒരു വ്യൂവർ. ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. സ്റ്റീവിന് ചെയ്തു കൊടുത്തു. അതുപോലെ നമ്മുടെ മനാഫ് ബ്രോ നമുക്ക് മറ്റേ മുച്ചിറിക്ക് ചെയ്തു കൊടുത്തായിരുന്നു. ഇങ്ങനെ കുറെ ആൾക്കാര് നമ്മുടെ ടിവിയുടെ ഓഡിയൻസ് ആയിട്ടുള്ള കുറെ പേര് ആൾക്കാരുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക് യു. ആൻഡ് മീൻസ് എ ലോട്ട്. യവന്മാർക്ക് ഇങ്ങനൊരു ഇത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞ. ആൻഡ് വെൽ ഡിസേർവ്ഡ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് ബാക്കി അവന്റെ പെർഫോമൻസ് നിങ്ങൾ തന്നെ കണ്ടോ? വേറെ എന്ത് പറയാനാണ്? അവനെ ഉള്ളത് വെച്ച് തന്നെ FPS ഒക്കെ കുറവായിരുന്നേ. സ്പെക്ക് പറഞ്ഞു എടുത്തടാ. സ്പെക്ക് 5070 Ti Ryzen 7 900X 3D. ധാരാളം. നീ കണ്ണാപ്പി PC ഒന്നും അപ്ഗ്രേഡ് ചെയ്തില്ലടാ? ഉണ്ട്. ഞാൻ ഇനി അപ്ഗ്രേഡ് ചെയ്യണേ നീ അടുത്ത ഏറ്റവും ടോപ്പ് കാറിലോട്ടായിരിക്കും. 5090. 5090 അല്ലെങ്കിൽ 50 ഇനി എടുക്കുവാണെങ്കിൽ കേരളത്തിലെ ബെസ്റ്റ് ബിൽഡ്. അതിൽ ഗെയിമിംഗ് റൂം അടുത്ത പണി വരും. അങ്ങനെ ഒരു PC തരണമെങ്കിലേ ഞാൻ ഗെയിം കളിക്കുന്നത് നിർത്തണം. എന്റെ PC ഈ മാസം അവസാനമേ ഞാനൊരു സാധനം പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. നീ അത് കണ്ടിട്ട് നീ അതിന് മുകളിൽ നിനക്കൊരെണ്ണം ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ബിൽഡ് ചെയ്തോ. അങ്ങനല്ല, അത്ര പറ്റില്ല. നമ്മള് അതാ പറഞ്ഞ കേരളത്തിലെ ടോപ്പ് പറഞ്ഞല്ല, അതിന് മുകളിൽ ഒരെണ്ണം ബിൽഡ് ചെയ്യാൻ സമ്മതിക്കൂലല്ലോ. அதுக்கு கண்ணாப்பி குடிக்கிறத நிறுத்தணும் ஃபர்ஸ்ட். എന്താണ് പറഞ്ഞത്? കുടിയൊക്കെ நிறுத்தி ஆமா பாட்டில ஃப்ரண்ட்ல வச்சுட்டு நிறுத்திட்டு நான் அடுத்து டவுன் பண்றேன். ഗൈസ് ഐ ആം ബിൽഡിംഗ് എ വാട്ടർ ലൂപ്പ് സിസ്റ്റം. ഒരു കംപ്ലീറ്റ്ലി ഇവിടെ അങ്ങനെ ഈ നമ്മുടെ ഇവിടുത്തെ PC കൾച്ചർ ഇല്ലാത്തൊരു സാധനം ആണ് കൊണ്ടുവരുന്നത്. ആൻഡ് അത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കിനും അത് വരും. വാട്ടർ കൂളിംഗ് ആണോ? കൊടുക്കണ ഇല്ല അത് ഗെയിമിംഗ് റൂമിൽ വെക്കാനേ. ഇവിടുത്തെ അല്ല, ഗെയിമിംഗ് റൂമിലും എന്റെ മറ്റേ പഴയ സിമുലേറ്റർ PC ഞാൻ ഓൾറെഡി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. അപ്പോൾ അവരത് ഇതായിട്ട് ചെയ്തു തരുന്നു. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നേരെ ഇതെന്താ ഒരു വീഡിയോ കാണാണ്ട, ഒരു വീഡിയോ കാണാണ്. എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട്. ഇതെന്താ റൊണാൾഡോ അല്ലേ ഇത്? ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? ഈ വീഡിയോ ഉണ്ടാക്കിയ മെസ്സി ഫാനാ, എനിക്ക് ഉറപ്പാ. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. എന്തൊക്കെയാണ് ഒമേഗൽ ബ്രാൻഡ് ഹായ്. ഹായ്. അപ്പുകൂട്ടനല്ലേ അതൊന്നും? അപ്പുകൂട്ടനൊന്നും അല്ലടാ അത്. ഹായ്. बच्चों को
കൊറേ അമ്മാവന്മാര് ഗതയും പിടിച്ചിരിപ്പുണ്ട് ഇതിനകത്ത് കേട്ടാ. എന്റെ അമ്മോ, ഇവിടെ 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 ഒരു പ്രാന്തനുണ്ട്, ഇതിന്റെ പ്രാന്തനുണ്ട് ഇവിടെ. വിനീത് കണ്ണൻ അവള് എല്ലാം കൂടെ ഒമേഗളിനകത്ത് കയറും ഇവിടെ. എന്റെ പൊന്നെ, കൊറേ മാമന്മാര് ഗതയും പിടിച്ചിരിപ്പുണ്ട് ഇതിനകത്ത്. മഹാദേവ, സത്യത്തില് പ്രേതങ്ങളില്ല അല്ലേ? ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല, ഒരു അവലൂസ് ഉണ്ട് ഇവിടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ശല്യം ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ അപ്പൊ പറയാ. അപ്പൊ എന്താ പറ്റിയത്? വണ്ടി എടുക്കണം. അടുക്കളയിലോട്ടാ വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താ ടയർ പഞ്ചറാടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട, ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാനോ. അയ്യോ, അവള് വന്നു. സിസ്റ്റർ മേശൻ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടു. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്തുന്നു. ഇതിനൊക്കെ എന്താ അഭിപ്രായം പറയാനല്ലേ ഇതിനൊക്കെ? നീ എന്താ ഈ നൈറ്റി ഒക്കെ ഇട്ടോണ്ട്? ഇത് നൈറ്റി ഒന്നുമല്ലടാ പോത്തെ, ഇത് ഞങ്ങൾ ഗൾഫിലെടുത്ത ഗൗണ. അല്ല, ഇതാര് തോമസോ? ഇല്ല, തോമസ് കുട്ടി വന്നില്ല. തോമസ് കുട്ടി 4 മാസം ഗർഭിണി ആയതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി. സോറി, 5 മാസം. ഇത് മഹാദേവനാണ് ഫാദർ. ഇത് മഹാദേവനാണ് ഫാദർ. മഹാദേവ, മുതൽ മാറ്റിയിട്ടുണ്ടോ? എന്താ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോന്ന് നോക്കാം. വാ നോക്കാം. ആരാ ബാക്കില്? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്. ഇതെനിക്ക് കളിക്കുന്നുണ്ടോ? ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ, ഇത് കളിക്കാൻ ഞാൻ. ബോഡി ക്യാമറ, ഇതിന്റെ ഗെയിം ഫിസിക്സ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്ത് രസമെന്നറിയാമോ, ബോഡി തെറിച്ച് വീഴുന്നതൊക്കെ നിങ്ങൾ കാണണോ? ഇത് നോക്കി വെക്കണേ, അത് നോക്കണ്ടോ, നോക്കണേ. VR ഉണ്ട്, നോർമലുണ്ട്, ഭയങ്കര. ഇതൊന്ന് ആവശ്യമായിട്ട് കളിക്കണ്ട. പക്ഷെ ഇതല്ല, ഇത് പിസ്റ്റൽ മാത്രല്ല, നിങ്ങൾ ഇതിനകത്ത് മറ്റേ വലിയ ഗൺസ് ഒക്കെ ഉള്ള ഒരു ക്ലോസ് റേഞ്ചിൽ അടിക്കുമ്പോൾ ബോഡിയൊക്കെ ചെതറിയൊക്കെ പോകണം. ഭയങ്കര ഇതാ, ഭയങ്കര കിട്ടില്ലെങ്കിൽ. ആ അതാ ബെടാ. പക്ഷെ ഗെയിം വലിയ സൈസ് ഒന്നും ഇല്ലടാ, 100 GB എന്തോ ഉള്ളു. എടാ ഇതെങ്ങനെയുണ്ട്? ശിവഭക്തന്മാരോടൊക്കെ ഇവിടെ കണ്ട് ഇന്നത്തെ കണ്ടാലും അറിയാം, ഇവൻ വരയ്ക്കണ ഭയങ്കര കഴിവുള്ളവനാണ് ഇവൻ. നോക്ക്, ആദ്യമേ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. സുന്ദര സുന്ദര തിരാഗ ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ. അയ്യോ, അത് കണ്ട ഗൈസ് നിങ്ങളത്? അല്ല അല്ല, ഞാൻ ഒരു ഇവിടെ പറയണ്ടേ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരയ്ക്കുന്നതിനോട് ഭയങ്കര രസം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ റീസെന്റ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് അപ്പൊ എനിക്കൊരു ക്രേസ് തുടങ്ങി. അതായത് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ബുക്കിനകത്ത് മറ്റേ ചെറിയ ഈ വര ലൈൻസും ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ വരയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പെയിനൊക്കെ വെച്ച് വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വര ആർട്ടും ഒക്കെ ഇങ്ങനെ എന്തൊക്കെ എല്ലാ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് ഇതാക്കി കഴിയുമ്പോൾ അവസാനം ഒരു നല്ല കാണാൻ വേണ്ടിയുള്ള ഒരു പടം പോലെ ആവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സ്ക്രിബിൾ എന്ന് പറയാം, സ്ക്രാച്ച് അങ്ങനത്തെ ഒരു സാധനമാണ്.
അത് അതിനകത്ത് ഇപ്പൊ ഞാനത് വീഡിയോ കണ്ട് ഇത് വരയ്ക്കാൻ കഴിവൊന്നും വേണ്ട, ഇത് ചുമ്മാ ഇത് എല്ലാവർക്കും. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് ഇവിടുത്തെ ഒരു ആർട്ട് കടയിൽ പിക്സൽ അത് അതുപോലത്തെ സാധനം ഇവിടുത്തെ കടയിൽ പോയി 450 രൂപയുടെ പേനയും ബുക്കും പേപ്പറും എല്ലാം മേടിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ആ വീഡിയോക്കകത്ത് അവർ പറയുന്നുണ്ട് പ്രത്യേകം വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, ഇത് നമുക്ക് ചുമ്മാ. ഞാൻ എങ്ങനൊക്കെ വരച്ചിട്ടും പക്ഷെ ഇവിടെ ഒരാളെ കാണിക്കാൻ പോലും കൊള്ളൂല, മനസ്സിലായ? ഇത് ശരിക്കും ഒരു കഴിവ് വേണോടെ ഇതിന്. ഇനി എന്ത് വരയ്ക്കാൻ അറിയാതെ പറഞ്ഞാൽ അത് ഇതിനൊരു കഴിവ് വേണം ഇതിന്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊരു മെനയാവണില്ല. വെറുതെ പുറേ 2-3 പേനയും മാർക്കറും അതും എല്ലാം മേടിച്ച് അത് വീട്ടിലിട്ടിട്ട് കൊണ്ടുവന്നില്ല, ഇങ്ങോട്ട് പോലും കൊണ്ടുവന്നില്ല. കാണിക്കണ്ട, ഞാൻ കാണിക്കൂല. ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എന്നെ തുപ്പി കവറൊക്കെ ഇട്ട് ചിലപ്പോൾ എറിയും ചിലപ്പോൾ.